ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആണ് ഞാൻ ഈ ഒരു വ്ളോഗ് എടുക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. സാറ്റർഡേ വന്നാണ്, ഫ്രൈഡേ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ ഇവിടെ വന്നു. ഇന്നലെ ഞാൻ വ്ളോഗ് എടുത്തിട്ടില്ല, അപ്പോൾ ഇന്നാണ് ഞാൻ വ്ളോഗ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു റെസ്റ്റ് ഡേ ആണ്, അതായത് എക്സസൈസും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ആഴ്ചയിൽ ഒരു 4-5 ദിവസമാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്, ബാക്കിയുള്ള 2 ദിവസവും നമുക്ക് റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഇന്നലെ ഞാൻ എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എന്നാലും വാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കംപ്ലീറ്റ്ലി റെസ്റ്റാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഡയറ്റും വർക്കൗട്ടും ഒക്കെ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ബോഡിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു റിക്കവറി ടൈമും കൂടെ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ ത്രൂ ഔട്ട് ഇത്രയും ദിവസം ഞാൻ എക്സസൈസ് ചെയ്തിട്ടുണ്ട്, ഡയറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു എക്സസൈസിൻ്റെ പെയിനും കാര്യങ്ങളൊക്കെ അതിനകത്ത് നിന്നൊക്കെ ഒന്ന് റിക്കവർ ആവാനായിട്ട് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് എടുക്കണം. അതുപോലെ തന്നെ സ്ലീപ്പ് പ്രോപ്പറായിട്ട് ഒരു 6 to 7 hours സ്ലീപ്പ് വേണം. പിന്നെ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ എക്സസൈസ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കുകയും വേണം. അപ്പോൾ ഇപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. ഇന്ന് ഒത്തിരി ലേറ്റായിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. ഏകദേശം ഒരു 8:30, 9 ഒക്കെ ആയി. യൂഷ്വലി രാവിലെ എഴുന്നേറ്റ് നമ്മളൊരു സൂര്യ നമസ്കാരം ഒരു 6 റൗണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് അതൊന്നുമില്ല, എല്ലാം എന്താ പറയുക, റെസ്റ്റാണ്. പക്ഷേ ഡയറ്റ് നോക്കുന്നുണ്ട് ഞാൻ. അതായത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് അല്ല, പക്ഷേ എന്നിരുന്നാലും ഡയറ്റ് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ കഴിച്ചിരിക്കുന്നത് ബോയിൽഡ് ബനാനയും അതുപോലെ തന്നെ ബോയിൽഡ് എഗ്ഗുമാണ്. ഒരു നേന്ത്രപ്പഴം, അതുപോലെ തന്നെ 2 പുഴുങ്ങിയ മുട്ടയും. ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഫ്രൈഡേ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസമൊക്കെ ഞാൻ പുറത്തുനിന്നാണ് രാത്രി ഭക്ഷണം കഴിച്ചത്. അതുപോലെ തന്നെ ഇന്നലെയും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ് ആയിരുന്നില്ല, പക്ഷേ വാക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഡയറ്റ് കറക്റ്റായിട്ട് നോക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ വേറെ തരത്തിലുള്ള എക്സസൈസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് കുറച്ചൊരു ലോ കലോറി ഡയറ്റായിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഞാൻ കഴിച്ചേക്കുന്നത്. ഇനി മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് ഞാൻ അനാറാണ് കഴിച്ചേക്കുന്നത് കേട്ടോ. ഒരു ബൗള് അനാർ, ഏകദേശം 2 അനാറോളം ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് കഴിക്കുന്നത്. ഇന്ന് 11 o'clock എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ വേറെ പ്രോട്ടീനൊന്നും നമ്മുടെ മിഡ് മോർണിംഗ് സ്നാക്കിൽ ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഫ്രൂട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സീസണലി അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ടും കഴിക്കാവുന്നതാണ്. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ കഴിച്ച ചെറുപയർ റൈസ് കഞ്ഞിയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീലാണ്. നിങ്ങൾക്ക് എൻ്റെ റെഗുലറായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകൾക്കൊക്കെ അറിയായിരിക്കും. എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ഈ ഒരു ഫുഡ് ഉണ്ടാവാറുണ്ട്. ഇത് ഒത്തിരി ലൈറ്റാണ് സ്റ്റൊമക്കിന്, ഒരുപാട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡ് ഓപ്ഷനാണ്. നമുക്ക് നല്ലപോലെ വയറ് ഫില്ലാവുകയും ചെയ്യും. പിന്നെ എല്ലാം കൊണ്ടും ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ളൊരു ഫുഡ് ഓപ്ഷനാണ് കേട്ടോ. ഇന്ന് ഡിന്നറായിട്ട് ഞാൻ കഴിച്ചത് പംകിൻ ടൊമാറ്റോ സൂപ്പാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ എനിക്ക് വിട്ടുപോയി. അപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ ഷൂട്ട് ചെയ്ത് വെച്ച ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി എൻ്റെ ഇന്നത്തെ ഡേയും അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.